ചരിത്രമുറങ്ങുന്ന നഗരമാണ് ഹൈദരാബാദ്. ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് ഇനി യാത്ര. ഹൈദരാബാദ് നിസാമിന്റെ തീവ്ര ഭക്തരായിരുന്ന പ്രഭുക്കന്മാരായിരുന്നു പൈഗ കുടുംബം. പ്രസ്തുത കുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് പൈഗ ടോംബ് എന്നറിയപ്പെടുന്നത്. മുഗൾ വാസ്തുശില്പ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ശവകുടീര സ്മാരകം. 40 ഏക്കറോളം സ്ഥലത്തായി ഇത് പരന്നുകിടക്കുന്നു. സൗന്ദര്യവും കരവിരുതും കൈകോർത്തു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പൈഗ ടോംബ് സന്ദർശകരെ നയിക്കുക. സ്വന്തമായി സൈന്യം വരെ ഉള്ളവരായിരുന്നു നിസാമിനുമേൽ കടുത്ത സ്വാധീനശക്തി ഉണ്ടായിരുന്ന പൈഗ കുടുംബം. നിസാമിന് കീഴിലും സ്വതന്ത്രമായും അവർ ചെറു രാജ്യങ്ങളുണ്ടാക്കി ഭരിച്ചു. ഇസ്ലാമിലെ 2ാം പ്രവാചകനായ ഹസ്രത്ത് ഒമർ ബിൻ അൽ ഖത്താബിന്റെ പിന്മുറക്കാരായാണ് ഇവർ കരുതപ്പെടുന്നത്. 18ാം നൂറ്റാണ്ട് മുതലാണ് പൈഗ കുടുംബം ഹൈദരാബാദ് നിസാമിന്റെ വിശ്വസ്തരായി മാറിയത്. നിസാമുമാരുടെ മക്കളെയും പിന്മുറക്കാരെയുമെല്ലാം ഈ കുടുംബത്തിൽപ്പെട്ട പുരുഷന്മാർ വിവാഹം കഴിച്ചിരുന്നു. ആ കുടുംബത്തിൽപ്പെട്ട പല തലമുറകളുടെ അന്ത്യവിശ്രമസ്ഥാനമാണിത്. തടിയിലും വെണ്ണക്കല്ലിലും തീർത്ത തൂണുകളും കമാനങ്ങളും മാത്രമല്ല, ചുമരുകളിലെ കൊത്തുപണികളും ഖുർആൻ വചനങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നതുമെല്ലാം സഞ്ചാരികളെ ഏറെ ആകർഷിക്കും. അതിസങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ജാലകങ്ങളാണ് ഈ സ്മാരകത്തിലെ പ്രധാന ആകർഷണം. തടിയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊത്തിയെടുക്കുന്ന ജാലി എന്ന പ്രത്യേക കൊത്തുപണികളാൽ സമ്പന്നമാണ് ഇവിടുത്തെ കതകുകളും മറ്റും. മുഗൾ, മോറിഷ് ശൈലികൾ ഒത്തുചേർന്ന നവീനമായ ഒരു വാസ്തുശില്പ രീതി ഈ ശവകുടീര സ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. ചില ഭാഗങ്ങളിലെ കബറിടങ്ങൾ ഇസ്ലാം മതം അനുശാസിക്കുന്നതനുസരിച്ച് മേൽക്കൂരകൾ നിർമ്മിക്കാതെ തുറന്നിട്ടിരിക്കുകയാണ്. മഴയും വെയിലുമേറ്റാണ് ആ കബറുകൾ സ്ഥിതി ചെയ്യുന്നത്. അമർ ഇ കബീർ ഒന്നാമൻ മുതൽ ഒട്ടേറെ പേരുടെ കാലഘട്ടങ്ങളിലൂടെയാണ് പൈഗ ടോംബ്സ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. പുരാണി ഹവേലിയിലെ നിസാമിന്റെ കൊട്ടാരം ഇന്നൊരു മ്യൂസിയമാണ്. നിസാംസ് മ്യൂസിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹൈദരാബാദിലെ അവസാന നിസാമായിരുന്ന ഒസ്മാൻ അലി ഖാൻ അസ്ഫർ ഷാ ഏഴാമന് തന്റെ കിരീടധാരണത്തിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ കിട്ടിയവ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 1936 ആ ആഘോഷം. ഹൈദരാബാദിന്റെ അടയാളങ്ങളായ ഒസ്മാനിയ സർവകലാശാല ഉൾപ്പെടെ പല മന്ദിരങ്ങളുടെയും സ്വർണത്തിലും വെള്ളിയിലും തീർത്ത മാതൃകകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, തളികകളും പാത്രങ്ങളും ഉൾപ്പെടെയുള്ളവ ശേഖരത്തിലുണ്ട്. നിസാമിന് ലഭിച്ച ഉറുദുവിലുള്ള പ്രശംസാ ഫലകങ്ങളും ധാരാളമുണ്ട്. ആയുധങ്ങളും ആഭരണങ്ങളും പ്രദർശന വസ്തുക്കൾക്കൊപ്പമുണ്ട്. ആറാം നിസാമിന്റെ അലമാരകളും മറ്റും ആരിലും കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ഇത്രയും വലിയ അലമാര മറ്റെവിടെയുമില്ലെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം പുരുഷന്മാരും സ്ത്രീകളും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കേടുപാടുകൾ കൂടാതെ ഇവിടെ സംരക്ഷിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്നു.
സ്വകാര്യ വിമാനങ്ങൾ വരെ ഉണ്ടായിരുന്നവരാണ് നിസാമുമാർ. അത്തരത്തിലുള്ള വിമാനങ്ങളുടെ ഒട്ടേറെ മാതൃകകളും മ്യൂസിയത്തിലുണ്ട്. നിസാം ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ 2000 ഫെബ്രുവരിയിലാണ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഹുസൈൻ സാഗർ തടാകത്തോട് ചേർന്ന് 7.5 ഏക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന പാർക്കാണ് ടി അഞ്ചയ്യ ലുംബിനി പാർക്ക്. നേപ്പാളിലെ ബുദ്ധമത കേന്ദ്രങ്ങളിലൊന്നായ ലുംബിനിയിൽ നിന്നാണ് ഈ പാർക്കിന് പ്രസ്തുത പേര് ലഭിച്ചത്. നഗരത്തിന്റെ മധ്യത്തിൽ ഒട്ടേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് ചേർന്നാണ് ലുംബിനി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1994 നിർമ്മിച്ച ഈ പാർക്ക് ബുദ്ധപൂർണിമ പ്രോജക്ട് അതോറിറ്റിയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ. 2006 ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ടി അഞ്ചയ്യയുടെ പേരുകൂടി ഈ പാർക്കിന്റെ പേരിനൊപ്പം ചേർത്തു. മ്യൂസിക്കൽ ഫൗണ്ടൈനുകൾ മാത്രമാണ് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സഞ്ചാരികളുടെ ബാഹുല്യം കണക്കിലെടുത്ത് ലേസർ ഓഡിറ്റോറിയവും ബോട്ടിംഗ് ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ പുതുതായി ഏർപ്പെടുത്തി. 2007 ഹൈദരാബാദിലുണ്ടായ തീവ്രവാദി ആക്രമണ പരമ്പരയിൽ ലുംബിനി പാർക്കും ഇരയാക്കപ്പെട്ടിരുന്നു. ലുംബിനി പാർക്കിന്റെ ഒരു വശത്തായി 5.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്നു ഹുസൈൻ സാഗർ തടാകം. തടാകക്കരയിൽ ധാരാളം ലഘുഭക്ഷണശാലകളും മറ്റുമുണ്ട്. തടാകത്തിൽ തെലങ്കാന ടൂറിസം വകുപ്പ് ബോട്ടിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തടാകമധ്യത്തിൽ ജിബ്രാൾട്ടർ പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ബുദ്ധ പ്രതിമയ്ക്കരികിലേക്കാണ് ബോട്ടുകൾ സർവീസ് നടത്തുന്നത്. തടാകയാത്രയിൽ തീരത്ത് പാറിക്കളിക്കുന്ന വലിയ ദേശീയ പതാക മനോഹരമായ കാഴ്ചയാണ്. 1563 ഇബ്രാഹിം കലി കുത്തബ് ഷാ നിർമ്മിച്ചതാണ് ഹുസൈൻ സാഗർ തടാകം. തടാകത്തിന്റെ രൂപകൽപ്പനയിൽ സഹായിച്ച സൂഫി വര്യനായ ഹസ്രത്ത് ഹുസൈൻ ഷാ വാലിയുടെ സ്മരണയ്ക്കാണ് ഹുസൈൻ സാഗർ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇന്നാകട്ടെ ഹൈദരാബാദിനെയും സെക്കൻഡറാബാദിനെയും വേർതിരിക്കുന്ന ഈ തടാകം 2 നഗരങ്ങളിലെയും മാലിന്യങ്ങളുടെ ശേഖരണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. പ്രണയത്തിന്റെ ചിഹ്നമായ ഹൃദയത്തിന്റെ ആകൃതിയാണ് ഈ തടാകത്തിന്. ലോകത്തെമ്പാടുമായി 78 തടാകങ്ങളും 9 ദ്വീപുകളുമാണ് ഹൃദയാകൃതിയിലുള്ളത്. അവയിൽ ഏറ്റവും വലുതാണ് ഹുസൈൻ സാഗർ തടാകം. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ടൂറിസം ഓർഗനൈസേഷൻ ഈ തടാകത്തിന് ലോകത്തിന്റെ ഹൃദയം എന്ന പദവിയാണ് നൽകിയിരിക്കുന്നത്. തടാകമധ്യത്തിൽ 1992 ഗൗതമ ബുദ്ധന്റെ ഒറ്റക്കൽ പ്രതിമ സ്ഥാപിച്ചത്. 18 മീറ്ററാണ് ഇതിന്റെ ഉയരം. 1985 ബുദ്ധപൂർണിമ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പ്രതിമയെപ്പറ്റിയുള്ള ആശയം പൊട്ടിമുളച്ചത്. വെളുത്ത ഗ്രാനൈറ്റ് പാറയിൽ 2 വർഷം കൊണ്ട് 200 ശില്പികൾ ഉളി ഉപയോഗിച്ച് ചെത്തിയെടുത്തതാണ് 450 ടൺ ഭാരം വരുന്ന ഈ പ്രതിമ. 1988 ഹൈദരാബാദിൽ എത്തിച്ചെങ്കിലും ഒട്ടേറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് 4 വർഷത്തിന് ശേഷമാണ് തടാകമധ്യത്തിലെ പാറപ്പുറത്ത് പ്രതിമ സ്ഥാപിക്കാനായത്. സൂര്യാസ്തമയ സമയത്താണ് ബുദ്ധപ്രതിമയുടെ കാഴ്ച ഏറ്റവും മനോഹരമാവുന്നത്. വിവിധ നിറങ്ങളിലുള്ള വിളക്കുകൾ പ്രതിമയ്ക്ക് രാത്രി കൂടുതൽ സൗന്ദര്യം നൽകുന്നു. ഹൈദരാബാദിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചയാണ് ഹുസൈൻ സാഗർ തടാകമധ്യത്തിലെ ഈ ഗൗതമ ബുദ്ധൻ.
ഹൈദരാബാദിലെ കൂടുതൽ കാഴ്ചകളുമായി മാതൃഭൂമി യാത്ര അടുത്തയാഴ്ച.